എവിടെ ഓക്കെ, നമ്മുടെ കൂടല് പൂജ കഴിഞ്ഞല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ കൂടല് എത്തിച്ചേർന്നത്? ഞാൻ ആക്ച്വലി ഞാൻ മുമ്പ് സിനിമ ചെയ്തിരുന്നു, സെക്ഷൻ 306 IPC. അതിൽ ഡയറക്ടർ ഈ കൂടൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെയാണ് റെഫറൻസ് വരുന്നത്. അപ്പോൾ ശ്രീനാഥൻ കുടുംബമാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ സിനിമ കൈ കൊടുക്കുന്നത്. ഓക്കെ, വ്യത്യസ്തമായിട്ടൊരു 5 നായികമാരൊക്കെയാണ് അല്ലേ? 4 നായികമാര്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? കഥ പറഞ്ഞപ്പോൾ ഈ 4 നായികമാരെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തിന് ഇത് കുറയുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഇല്ല, നമുക്ക് ചെയ്യാനുള്ള ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനുള്ള റെക്കഗ്നീഷൻ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് എൻ്റെത്. ബാക്കിയുള്ള ആളുകളുടെ പോർഷൻസ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യും, എല്ലാവരും അടിപൊളിയായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബിബിൻ ജോർജുമായിട്ട് മുമ്പ് ഏതെങ്കിലും ഞങ്ങൾ അമർ ആന്റണിയിൽ ഒരു സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അന്തോണിയായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ബിബിനാണ് വന്നിട്ട് സാർ ഇത് ഫർണിച്ചർ ഷോപ്പാണെന്ന് പറയണത്. പിന്നെ അമർ ആന്റണിയുടെ റൈറ്റേഴ്സ് ബിബിനാണല്ലോ, റൈറ്ററിലുള്ള ഒരാള്. ഈ ഒന്ന് 2ാമത്തെ വർക്കാണ് ഞാൻ ബിബിനോട് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പം വേറെ ഏതാ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ചെയ്തത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ റിവോൾവർ റിംഗോ എന്നൊരു പടം ചെയ്തു. പിന്നെ നമ്മുടെ വരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്തേട്ടനാണ് അതിലെ ലീഡ്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് സനീഷ് ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്തൊരു മൂവി ചെയ്തു. അത് 4 സ്ത്രീകളുള്ള സിനിമ തന്നെയാണ്. മാളവിക, ഞാൻ, ലക്ഷ്മി. മനസ്സിലായില്ല. കൂടുതലൊരു ത്രില്ലർ പോലത്തെ മൂവി തന്നെയാണ്. ത്രില്ലറാണ്, റൊമാൻറ്റിക് ത്രില്ലർ. അയ്യോ, അത് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് ബിബിന്റെ പേരായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മർഡർ മിസ്റ്ററി ഒക്കെ ഉള്ള ഒരു സാധനമാണ്. എന്നെയാണ് തോന്നുന്നു കൊല്ലുന്നത്. സസ്പെൻസ് വിളിക്കാൻ പറ്റല്ലോ. ത്രൂ ഔട്ട് സിനിമ ഉണ്ട് 4 വണ്ടി ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ പ്രിപ്പറേഷൻസ് വേണ്ടി വരുന്നൊരു ക്യാരക്ടർ ഒന്നും ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം വലിയ പ്രതീക്ഷകളായിട്ട് പോവാണ്. ഇപ്പോൾ ഈ പുതുവർഷം തുടങ്ങി, നമ്മുടെ മലയാളം പുതുവർഷം തുടങ്ങി. അപ്പോൾ നല്ല നല്ല പ്രൊജക്റ്റുകൾ വരട്ടെ. നല്ല എന്താ പറയുക, തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നീങ്ങട്ടെ. ജോലി ഉണ്ടാവട്ടെ. അതെ അതെ അതെ, പണി കിട്ടട്ടെ. അതാണല്ലോ ജോലി തിരക്കുണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. എങ്ങനെ വെച്ചിട്ട് ഞാൻ 3 രൂപ കട്ടത്തി. ആദ്യത്തെ കട്ട് ചെയ്തപ്പോൾ വീണ്ടും ഒന്നും പോയിട്ടില്ല. ശാന്തർ